നമസ്കാരം. ഇന്ന് ഞാൻ ഒരു വീഡിയോ ഇടാമെന്ന് വെച്ചപ്പം ഞാൻ ഇന്നലെ ഞങ്ങൾ ദൃശ്യം സിനിമ കണ്ടിട്ട് വന്നപ്പം ഞങ്ങൾ കുറച്ച് മീൻ മേടിച്ചുകൊണ്ട് വന്നു. അവിടെ അടുത്തൊരു കടയിൽ കയറി. ഇപ്പോൾ ഇവിടെ മീനിനൊക്കെ ഭയങ്കര വിലയാണ് ചൂടായതുകൊണ്ട്. അപ്പം ഞാൻ വിചാരിച്ചാൽ മീനിൻ്റെ നിങ്ങളെ ഒന്ന് മീൻ കാണിച്ചു തരാം. അപ്പം ഞാൻ അതൊന്ന് എടുക്കട്ടെ. അയിലയുണ്ട്, ചെറിയ കൊച്ചു മീനുണ്ട്. അത് നിങ്ങളെ ഒന്ന് കാണിക്കും. അപ്പം നമ്മൾ ഒത്തിരി ദിവസമായി ഇപ്പം മീൻ മേടിച്ചിട്ട്. അപ്പം നമ്മൾ വിചാരിച്ചിട്ട് മീൻ മേടിക്കാമെന്ന്. ഭയങ്കര വിലയായി ഇപ്പം ചൂടായതുകൊണ്ട്. മീനൊന്നും നല്ല മീൻ കിട്ടുന്നില്ല. പിന്നെ അയില കിട്ടിയതുകൊണ്ട് മേടിച്ചതേ ഉള്ളൂ. അപ്പം അയിലയും മാങ്ങയും തേങ്ങാപ്പാലിനകത്ത് ഇന്ന് വെക്കുന്നത് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാം. അപ്പം ഞാൻ ഈ മീനൊന്ന് എടുക്കട്ടെ. അപ്പം ഞാൻ ഇതുപോലുള്ള 2 ചട്ടി എടുത്ത് വെച്ചു. പിന്നെ ഞാൻ ഇതിനകത്താണ് മീൻ പെറുക്കി വെച്ചേക്കുന്നത്. ഇന്നലെ വൈകിട്ട് മേടിച്ചിട്ട് ഞാനത് ഫ്രിഡ്ജ് വെച്ചേക്കുമായിരുന്നു. അപ്പം ഇപ്പം നമ്മുടെ നാട്ടിൽ മീനില്ലെന്നാണ്. ഇതെല്ലാം നല്ല മുട്ടൻ അയിലയാണ്, കണ്ടോ. നല്ല പച്ച അയില ആയതുകൊണ്ടാണ് നമ്മൾ മേടിച്ചത്. നമ്മൾ 2 കിലോ മേടിച്ചായിരുന്നു. അപ്പം വില 300 ചില്ലുവാനും രൂപയാ കിലോയ്ക്ക്. ഇപ്പം നല്ല മുട്ടൻ അയിലയാണ്, കണ്ടോ. അപ്പം നമുക്കിത് കുറച്ച് ദിവസത്തേക്ക് കാണും. നമ്മളിതെല്ലാം വെട്ടി കഴുകി പാത്രത്തിനകത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഐസ് ഫ്രീസറിനകത്ത് വെക്കും. അത് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ എടുക്കത്തേ ഉള്ളൂ. അപ്പം നല്ല കണ്ടോ, ഡൽഹിയിലൊക്കെ മീൻ കിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പോലും ഇങ്ങനത്തെ അയിലയൊന്നും കിട്ടത്തില്ല. അത് നല്ല മുട്ടൻ അയില, കണ്ടോ. ഇതിപ്പം 2 കിലോ ആയപ്പോൾ 8, 9, 10 ഉണ്ട്. അപ്പം അങ്ങനെ നല്ല മുട്ടൻ അയില. ഇനി ഇതെല്ലാം തേച്ച് കഴിയും. അപ്പം ഇന്ന് നമ്മൾ വിചാരിച്ച അയില മാങ്ങ ഇട്ട് നമുക്ക് തേങ്ങാപ്പാലിനകത്ത് വെക്കാം. പിന്നെ ഞാൻ മേടിച്ചത് 1/4 കിലോ ഉള്ളൂ ചോഴി നെത്തോലി. അത് ഞാൻ കുറച്ചാണ് മേടിച്ചത്. 1/4 കിലോയ്ക്ക് 50 രൂപയായി. അപ്പം നമുക്ക് 1/4 കിലോയും തരും, കേട്ടോ. നമ്മുടെ നാട്ടിൽ 50 രൂപയ്ക്കൊക്കെ കിട്ടുന്ന പോലെ ഇത്രയും മീൻ കിട്ടും. അത് നല്ലതാണ്. ഇത് വേളൂരിയാന്ന് തോന്നുന്നു. നിങ്ങൾക്കറിയാവുന്നവരൊന്ന് കമൻ്റ് ഇടണേ. എനിക്കാരും കമൻ്റൊന്നും ഇടത്തില്ല. എല്ലാവരും ഒരു കമൻ്റൊക്കെ ഇടണേ. ഇത് വേളൂരിയാന്ന് തോന്നുന്നു. ഇതൊന്നും നഷ്ടമില്ല 50 രൂപയ്ക്ക്. അപ്പോൾ ഇത് 2 ആയില്ല. ഇതിനെയെല്ലാം ഞാൻ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് വലിയ വീഡിയോയിൽ കാണിക്കാം. ഇത് മീൻ തേങ്ങാപ്പാൽ അരച്ച്, തേങ്ങാപ്പാൽ കൊണ്ട് എങ്ങനെയാണ് മീൻ വെക്കുന്നത്. ഈ അയില ആദ്യം മുളകൊക്കെ വെച്ച് നന്നായിട്ട് വേവിച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് മാങ്ങായി ഇട്ട് വെക്കുന്നത് നിങ്ങളെ നിന്ന് കാണിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ പോലും ഇപ്പം മഴയൊന്നും ആയതുകൊണ്ട് കിട്ടത്തില്ല, കണ്ടോ മീൻ കണ്ടായില്ല. അപ്പോൾ എല്ലാവരും എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഓക്കെ, മീനൊക്കെ കണ്ടല്ലോ.